ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും ബ്ലഡ് റിലേഷൻസ് എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് റിലേഷൻസ്, രക്തബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇത് റിലേഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക, എങ്ങനെയൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഓരോ റിലേഷനെ, ആ റിലേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കൂടാതെ നമ്മൾ ഇത്തരം ബ്ലഡ് റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില സിമ്പിൾസും അത് നമ്മൾ പറഞ്ഞത് അല്ലെ. ഈക്വൽ ജനറേഷൻ ആണെങ്കിൽ ഏതാണ് സൈൻ ഉപയോഗിക്കേണ്ടത്, സിമ്പിൾ ഉപയോഗിക്കേണ്ടത്, അപ്പർ ജനറേഷനും ലോവർ ജനറേഷനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീവിയസ് ജനറേഷനും സക്സസർ ജനറേഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ ഏത് സിമ്പിൾസ് ആണ് ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തരം സിമ്പിൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് 2-3 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോ പ്രോബ്ലംസും എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നതും, എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആരുമായിട്ടുള്ള ബന്ധമാണോ ചോദിക്കുന്നത്, അപ്പോൾ ആ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതേണ്ടി വരുമ്പോൾ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്താലോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ ഇത്തിരി വലുതാണ്, പക്ഷെ നമ്മളതിൻ്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഒക്കെ ചെയ്ത് അതിൻ്റെ എന്താ പറയുക ജനറേഷൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നിടത്ത് സിമ്പിൾസ് ഉപയോഗിക്കാം. അതനുസരിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ആ ഒരു എഴുതുന്ന രീതി അല്ലെങ്കിൽ അത് ഡയഗ്രാം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അത് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബി ഈസ് ദ ഫാദർ ഓഫ് എ. B is the father of, A അല്ല, Q ആണ്. B is the father of Q. B has only 2 children. B has only 2 children. Q is the brother of R. Then R is daughter of P. A is the granddaughter of P. S is father of A. And how is S related to Q? ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു കണക്ഷൻ ക്യൂവുമായിട്ട്, ക്യൂവിനെ പിന്നെ കുറേ കണക്ഷൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞു. അവസാനം എസ് നമ്മളുടെ ക്യൂവുമായിട്ട് എങ്ങനെ, അവസാനം പറഞ്ഞിരിക്കുന്ന റിലേഷൻ എസ്സിലേക്കാണ്. എസ് ക്യൂവുമായിട്ടുള്ള റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് എങ്ങനെയാണ് ക്യൂവുമായിട്ടുള്ള റിലേഷൻ, അതായത് എസ് ആദ്യം പറഞ്ഞിരിക്കുന്ന ആളുടെ പേര് നോക്കുക, ആ ആളുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ, നമുക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ക്യൂവിന്റെ എസിനോടുള്ള ബന്ധമാണോ അല്ലെങ്കിൽ എസിന് ക്യൂവിനോടുള്ള ബന്ധമാണോ എന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഇത് മാത്രം ഓർക്കുക. ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ, എസിന് ക്യൂവിനോടുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എസിനെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എസിനാണ്. അപ്പൊ എസിന്റെ റിലേഷൻ ടു ക്യൂ ആണ് നമ്മൾ ആൻസറിൽ നിന്ന് ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പൊ ചിലപ്പോൾ മകനും അച്ഛനും അല്ലെങ്കിൽ മകളും അച്ഛനും എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ അമ്മയും മകളും എന്നൊക്കെ പറഞ്ഞ് 2 ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്യൂ വെച്ച് നോക്കി കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. എസ് വെച്ചുള്ളത് വേറെ ആളുകൾ. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ആൻസർ എന്ന് പറയുന്നത് എസ് ഹൗ ഈസ് റിലേറ്റഡ് ടു ക്യൂ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന പേര്, ആ ആളുടെ കണക്ഷൻ ടു ക്യൂ, രണ്ടാമത്തെ ആള്, അതാണ് നമ്മൾ എടുക്കേണ്ട ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം. നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? നോക്കാം. ബി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബി എന്നത് ക്യൂവിന്റെ അച്ഛനാണ്. ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. ബിക്ക് ആകെ 2 കുട്ടികളാണുള്ളത്. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ ബ്രദർ ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാണ്ട്, ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ ബ്രദർ ആണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല, ക്യൂ എന്ന് പറയുന്നത് ആരുടെ മകനാണ് അല്ലെങ്കിൽ ആരുടെ കുട്ടിയാണ്? ബി എന്ന് പറയുന്ന അച്ഛന്റെ, അല്ലെ. ബി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ബി എന്ന് പറയുന്ന ആളുടെ ഒരു കുട്ടിയാണ്. മകൻ ആകട്ടെ മകളാകട്ടെ നമുക്കറിയില്ല, അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അന്നേരം ഈസ്
ദ ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ക്യൂ എന്ന് പറയുന്ന ആളുടെ ഫാദർ ആണ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മകനാകാം, മകളാകാം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് അടുത്ത സെന്റൻസിൽ പറഞ്ഞത് ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. ബിക്ക് 2 കുട്ടികൾ മാത്രമാണുള്ളത്. ഇനി പറഞ്ഞു ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ആർ എന്ന് പറയുന്ന ആളുടെ ബ്രദർ ആണ് ക്യൂ. അപ്പൊ നമുക്ക് അതിന്റെ എന്താ പറയാ ജെൻഡർ മനസ്സിലായി. ക്യൂ എന്ന് പറയുന്നത് ആൺകുട്ടിയാണ് എന്നുള്ളത്, അല്ലെ, മകനാണ്, അല്ലെങ്കിൽ നമുക്ക് സൺ ആണ് എന്ന് പറയാം. ഇനി വീണ്ടും ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. പിയുടെ ഡോട്ടർ ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആർ ആരാണെന്ന് മനസ്സിലായി. ആരാണ്? ആറിന്റെ ജെൻഡർ മനസ്സിലായല്ലോ. അതായത് ഫീമെയിൽ ജെൻഡർ ആണ്. അപ്പൊ അത് പെൺകുട്ടിയാണ്. മകൾ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പറയാം, മകൾ എന്ന് പറയാം. പിയുടെ മകളാണ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നു. എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. എയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ് എന്ന് പറയുന്നത് എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. പി എന്ന് പറയുന്ന ആളുടെ ഗ്രാൻഡ് ഡോട്ടർ, പേരക്കുട്ടി, മകൾ എന്ന് എടുത്തു പറഞ്ഞിട്ട് പേരക്കുട്ടി എന്ന് പറയുമ്പോൾ മേ ബി ഗ്രാൻഡ് സൺ ആകാം, ഗ്രാൻഡ് ഡോട്ടർ ആകാം, അല്ലെ. പക്ഷെ ഇവിടെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടിയാണ് എ എന്ന് പറയുന്നത്, പിയുടെ പേരക്കുട്ടിയാണ്. എസ് ഈസ് ദ ഫാദർ ഓഫ് എ. എയുടെ ഫാദർ ആണ് എസ്. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നു ദെൻ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ. എങ്ങനെയാണ് എസ് ക്യൂവിനോട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡയഗ്രാം ഉപയോഗിച്ച് നമുക്കിതൊന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്താലോ. ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ബി എന്ന് പറയുന്നത് ആരുടെ ഫാദർ ആണ്? ക്യൂവിന്റെ ഫാദർ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ അതായത് മുന്നത്തെ, അതായത് ഹയർ അപ്പർ അല്ലെങ്കിൽ അപ്പർ ജനറേഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരു ആരോ മാർക്ക് മുകളിലേക്ക് കാണിക്കാറുണ്ട്, അല്ലെ. ആ ലോവർ ജനറേഷൻ ആണ് സൂചിപ്പിക്കേണ്ടതെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് ഒരു താഴേക്കുള്ള ആരോ മാർക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യൂ എന്ന് പറയുന്നതിന്റെ അച്ഛൻ ആരാണ്? ബി ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് ഫാദർ ആയതുകൊണ്ട് അതൊരു അപ്പർ ജനറേഷൻ ആയതുകൊണ്ട് നമുക്ക് ആരോ മാർക്ക് പൊക്കത്തിലേക്ക് ഇടാം. അപ്പൊ ബി എന്ന് പറയുന്നത് ഫാദർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് സൈൻ കൊടുക്കാം. പ്ലസ് ആണ്, ഫാദർ ആണാണ്. അപ്പൊ മെയിലും ഫിമെയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്നലെ നമ്മൾ എഴുതിയിരുന്നു, ഓരോ സിമ്പിൾസ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആണാണെങ്കിൽ പ്ലസ് ചിഹ്നം ഉപയോഗിക്കണം, പെണ്ണാണെങ്കിൽ സ്ത്രീ ആണെങ്കിൽ നമ്മൾ അവിടെ മൈനസ് ചിഹ്നം ഉപയോഗിക്കണം. ഫാദർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ബി എന്ന് പറയുന്ന ഒരു ഫാദർ ആയതുകൊണ്ട് നമ്മൾ അവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്യൂവിന്റെ ഫാദർ ആണ് ബി. അതാണ് ഈ ആദ്യത്തെ സെന്റൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ഡയഗ്രാം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി ബി ഹാസ് ഓൺലി 2 ചിൽഡ്രൻ. ബിക്ക് 2 കുട്ടികളാണുള്ളത്. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ആർ ആണ്. ബ്രദർ ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രദർ ആണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ക്യൂ ഈസ് എ മെയിൽ, അല്ലെ. മെയിൽ ആണ്, അതായത് സൺ ആകും. ആരുടെ? ബി എന്ന് പറയുന്ന അച്ഛന്റെ മകനായിട്ട് വരും ആര്? ക്യൂ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആറുമായി കണക്ട് ചെയ്ത് ബ്രദർ ആണെന്ന് പറയാൻ കാരണം. അപ്പൊ ബ്രദർ ആണ്. മാത്രമല്ല ദേ ആർ ഇൻ ഈക്വൽ ജനറേഷൻ. അവർ ഒരേ ജനറേഷനിലാണ്, അല്ലെ. ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ ക്യൂവും ആറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ദേ ആർ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ ബ്രദർ എങ്ങനെയാവാം. പക്ഷെ അത് അടുത്ത സെന്റൻസിൽ നമുക്ക് വീണ്ടും ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് ആറിന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. പക്ഷെ ആർ ആരാണ്? അത് മെയിൽ ആണോ ഫിമെയിൽ ആണെന്ന് അന്നേരം പറഞ്ഞില്ലെങ്കിലും അടുത്ത സെന്റൻസിൽ ഇവിടെ വീണ്ടും പറയുന്നുണ്ട് ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. കണ്ടല്ലോ, ആർ ഈസ് ദ ഡോട്ടർ. ഡോട്ടർ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി. ആൻഡ് അത് ഒരു ഫീമെയിൽ ജെൻഡർ ആണ്, അല്ലെ. അത് ഫീമെയിൽ ആണ്. അപ്പൊ ഫീമെയിലിനെ സൂചിപ്പിക്കാൻ നമ്മളവിടെ മൈനസ് ഇടുന്നു. ഇനി ആർ എന്ന് പറയുന്നത് ആരുടെ ഡോട്ടർ ആണെന്ന് പറഞ്ഞേക്കണേ? പിന്റെ ഡോട്ടർ ആണ്. ഇവിടെ ഫാദർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ പിന്റെ ഡോട്ടർ ആണെന്ന് പറയുമ്പോൾ മുകളിലേക്കുള്ള ജനറേഷൻ ആണ്. അപ്പൊ അതായിട്ട് വരും ഡോട്ടർ. അപ്പൊ പി നമുക്ക് ഇവിടെ മുകളിൽ എഴുതണം. അപ്പർ ജനറേഷൻ ആണ്. മകളാണെന്ന് പറഞ്ഞു. അപ്പൊ മകളുടെ മുകളിലേക്കാണ് ആരോ മാർക്ക് ഇടേണ്ടത് നമ്മൾ പീനെ സൂചിപ്പിക്കാനായിട്ട്. അപ്പൊ പിയും നോക്കാം. ബി ഇവിടെ ഓൾറെഡി ഫാദർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സെന്റൻസിൽ ബി ഫാദർ ആണെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും സഹോദരന്മാരാണെന്ന് തൊട്ടടുത്ത സെന്റൻസിൽ നമുക്ക് കിട്ടിയതാണ്. ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ എന്ന് പറയുമ്പോൾ ദേ ആർ ബ്രദർ സിസ്റ്റർ. മാത്രമല്ല അവരുടെ അച്ഛന്റെ കാര്യം ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നതിന്റെ ഡോട്ടർ ആണ് ആർ എന്ന് പറയുമ്പോൾ പി ആരായിട്ട് വരും? ഒബ്വിയസ്ലി അവരുടെ മദർ ആണ്. അപ്പൊ മദർ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പിക്ക് നെഗറ്റീവ് സൈൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പി മദർ ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? ബിയും പിയും ആരായിട്ട് വരും? അപ്പോ ഫാദർ മദർ ആണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് നമുക്ക് പറയാം, അല്ലെ. ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഫാദർ ആണ്, അതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇത് മദർ ആണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. ഇനി അപ്പൊ ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. ഇത്രയും വരെ നമ്മുടെ ഡയഗ്രാം ഈ വരെ സെന്റൻസ് വരെ നമ്മൾ വരച്ചു. അടുത്തത് എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. എ ഈസ് ദ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ വീണ്ടും താഴേക്കുള്ള ജനറേഷൻ ആണ്. ഏത്? ആറിന്റെയും താഴെ പോരും. ആർ എന്ന് പറയുന്നത് പിയുടെ ഡോട്ടർ ആയിട്ട് വന്നു. അപ്പൊ നോക്കിയേ, പിയുടെ താഴെയാണ് ആറ് കിടക്കുന്നത്. ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ വീണ്ടും താഴെയുള്ള ജനറേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ആർ എന്ന് പറയുന്നതിന്റെ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ താഴേക്ക് വീണ്ടും ആരോ മാർക്ക് വരയ്ക്കുന്നു. ആരുടെ? എ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പി. എ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ
മകളുടെ മകൾ. ഇവിടെ മകളാണെന്ന് ഓൾറെഡി നമ്മൾ മൈനസ് ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. നേരത്തെ നമുക്ക് കിട്ടിയ ഒരു സെന്റൻസിൽ നമ്മളിത് പെണ്ണാണ് സ്ത്രീയാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അവിടെ നമ്മൾ മൈനസ് ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിയുടെ മകളായിരിക്കണം ആർ. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആർ ഇസ് ദി ഡോട്ടർ ഓഫ് പി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മകളാണെന്ന് പറഞ്ഞു. ആ മകളുടെ മകളാണ് വീണ്ടും എ എന്ന് പറയുന്നത്. അപ്പൊ എ ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ. ഡോട്ടർ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ മൈനസ്, വീണ്ടും എയുടെ അവിടെ മൈനസ് ഇട്ടു. ഇനി എസ് ഈസ് ഫാദർ ഓഫ് എ. എയുടെ ഫാദർ എന്ന് പറയുന്നത്, അപ്പൊ ഇത് മദർ ആണല്ലോ, ഇത് മദർ ആണ്, അമ്മയാണ് എന്ന് നമുക്കറിയാം. മദർ ആണ് ആറ്, ആരുടെ? എയുടെ അമ്മയാണ് ആറ് എന്ന് പറയുന്നത്. ഇനി എയുടെ ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അപ്പർ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ എയുടെ അച്ഛനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ മുകളിലേക്കുള്ള ആരോ മാർക്ക് ഇടുന്നു, അവിടെ എസ് എന്ന് കൊടുക്കുന്നു. എസ് എന്ന് പറയുന്നത് എയുടെ ഫാദർ ആണ്. അപ്പൊ ഒരു റിലേഷൻ എന്താണ്? ആറും എസ് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? ആർ മദർ ആണ്, എസ് അച്ഛനാണെങ്കിൽ അത് രണ്ടുപേരും, ഇത് ഹസ്ബൻഡ് ആണ്, ആരുടെ? ആറിന്റെ ഹസ്ബൻഡ് ആണ് എസ് എന്ന് പറയുന്നത്. ആറിന്റെ ഹസ്ബൻഡ് ആയിട്ട് വരും എസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പ്ലസ് ചിഹ്നം കൊണ്ട് സൂചിപ്പിച്ചു. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ? എസ്സിന് ക്യൂവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ്. എസ് എന്ന് പറയുന്നത് ക്യൂവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ആദ്യത്തെ അക്ഷരം ആണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ പേരോ അക്ഷരോ അതാണ്. അത് നോക്കിയിട്ടാണ് ക്യൂവിനോടുള്ള ബന്ധം നോക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ക്യൂവിന്റെ സഹോദരി അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ക്യൂവിന്റെ സഹോദരിയാണ് ആർ എന്ന് പറഞ്ഞു. അപ്പൊ സഹോദരൻ സഹോദരി അവർ തമ്മിൽ ബ്രദർ സിസ്റ്റർ റിലേഷൻ ആണ്. അപ്പൊ സഹോദരിയാണ്. ഈ സഹോദരി ആറിന്റെ ഹസ്ബൻഡ് ആണ് എസ്. അവരുടെ മകളാണ് ആരായിട്ട് വന്നിരിക്കുന്നത്? എ. അപ്പൊ ഈ പറയുന്ന ആറിന്റെ ഹസ്ബൻഡ് ആണ് എസ്. അങ്ങനെയാണെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് അല്ലെ, സഹോദരി സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് ആണ്. സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? എന്താണ് വിളിക്കണ്ടേ? എന്ത് വിളിക്കണം? സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്ന പേര് എസ് ഈസ് ദ ബ്രദർ ഇൻ ലോ. ആരാണത്? ബ്രദർ ഇൻ ലോ. നമ്മൾ മലയാളത്തിൽ ആണെങ്കിൽ എന്ത് വിളിക്കും? അതിനെ അളിയൻ എന്ന് വിളിക്കും അല്ലെ. അളിയൻ എന്നാണ് വിളിക്കുക. അപ്പോൾ എസ് എന്ന് പറയുന്നതിന്റെ ബന്ധം ക്യൂവുമായിട്ട്. അപ്പൊ എസ്സിന് ക്യൂവിനോടുള്ള ബന്ധം ദേ ആർ ബ്രദർ ഇൻ ലോസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അളിയൻ അളിയൻ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിച്ചാൽ ക്യൂവിന് എസ്സിനോടുള്ള ബന്ധമാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അതുകൊണ്ട് എസ്സിന് ക്യൂവിനോടുള്ള ബന്ധം എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നതിന്റെ സഹോദരിയാണ് ആറ്. ആറിന്റെ ഹസ്ബൻഡ് ആയിട്ടാണ് നമുക്ക് എസ് എന്ന് പറയുന്ന ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എസ് എന്ന് പറയുന്ന ആള് ക്യൂവിന്റെ ആരായിട്ട് വരും? ബ്രദർ ഇൻ ലോ, അതായത് അളിയനായിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട്, അപ്പൊ നമുക്കൊരു ചെറിയൊരു ഡയഗ്രാമിലൂടെ, ഇതിപ്പോ ഒത്തിരി പ്രാവശ്യം നമ്മൾ ഓരോ സെന്റൻസ് വായിച്ചു നോക്കി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ അത് കുറെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്കത് എളുപ്പം ഓരോന്നും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആരോ മാർക്കും അത് പിന്നെ പ്ലസ് ഓർ മൈനസ് സൈൻസും ഒക്കെ നമ്മൾ ഉപയോഗിച്ചാണ് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് അതായിരുന്നു. ബ്ലഡ് റിലേഷൻസിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. രഘു ആൻഡ് ബാബു ആർ ട്വിൻസ്. ബാബുസ് sister Rima. Then Rima's husband Rajan. Raghu's mother Lakshmi. Lakshmi's husband Rajesh. How is Rajesh related to Rajan? ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് നോക്കാം. കുറച്ച് പേരുകളൊക്കെ നമുക്കിവിടെ ഉണ്ട്. നേരത്തെ നമ്മൾ PQS എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ നെയിംസ് ആണ് തന്നിരിക്കുന്നത്. രഘു ആൻഡ് ബാബു ആർ ട്വിൻസ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക. രഘുവും ബാബുവും ട്വിൻസ് ആണ്, ഇരട്ടകളാണ്. ബാബു സിസ്റ്റർ റീമ, ബാബുവിന്റെ സഹോദരിയാണ് റീമ. ആൻഡ് റീമാസ് ഹസ്ബൻഡ് രാജൻ, റീമയുടെ ഹസ്ബൻഡ് ആണ് രാജൻ. രഘുസ് മദർ ലക്ഷ്മി,
രഘുവിന്റെ അമ്മയാണ് ആര്? ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മീസ് ഹസ്ബൻഡ് ആണ് രാജേഷ്. ലക്ഷ്മിയുടെ ഹസ്ബൻഡ് രാജേഷ്. ഹൗ ഈസ് രാജേഷ് റിലേറ്റഡ് ടു രാജൻ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. രാജേഷിന് രാജനുമായിട്ടുള്ള ബന്ധം. അപ്പൊ രാജേഷിനെയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. രാജേഷിന് രാജനുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ സാധ്യമാകുമെന്ന് നോക്കാം. രഘു ആൻഡ് ബാബു ആർ ട്വിൻസ്. ഈക്വൽ ജനറേഷൻ ആണ്, രണ്ടുപേരും ഒരുമിച്ച് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഇരട്ടകൾ, ട്വിൻസ് എന്ന് നമ്മൾ വിളിക്കാം. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് രഘു ആൻഡ് ബാബു ഇവർ ഈക്വൽ ആണ്, ഈക്വൽ ജനറേഷൻ ആണ്. നമ്മൾ എന്തിനെ സൂചിപ്പിക്കും? ഈ ഒരു സിമ്പിൾ ആണ് അല്ലെ? കഴിഞ്ഞ ദിവസം വരച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ മാർക്ക് കാണിക്കണം. അതുകൊണ്ട് രഘുവും ബാബുവും ഈക്വൽ ആണ് നമ്മൾ കാണിക്കുന്ന ജനറേഷൻ. അങ്ങനെയാണ്. ഇനി അവർ ട്വിൻസ് ആയതുകൊണ്ട് ബാബു സിസ്റ്റർ റീമ ഇവരുടെ സഹോദരിയാണ്, അതും ഈക്വൽ ജനറേഷൻ, ആ ജനറേഷനിൽ തന്നെ പെട്ടതായതുകൊണ്ട് ബാബുവിന്റെ സിസ്റ്റർ അല്ലെങ്കിൽ രഘുവിന്റെയും ബാബുവിന്റെ രണ്ടുപേര്, ഇവിടെ ഒരാളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമുക്കറിയാം രഘു ആൻഡ് ബാബു അവർ ട്വിൻസ് ആണ്, അവർ ബ്രദേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബാബുവിന്റെ ഒരാളുടെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ബാബുവിന്റെ സിസ്റ്റർ ആണ് റീമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് രഘുവിന്റെയും ബാബുവിന്റെ രണ്ടുപേരുടെയും സഹോദരിയാണ് റീമ. അത് ഈക്വൽ ജനറേഷനിൽ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ റീമയ്ക്കും ഈക്വൽ ആയിട്ടുള്ള ജനറേഷനെ സൂചിപ്പിക്കുന്ന ആരോ മാർക്ക് നമ്മൾ കൊടുക്കുന്നു. ഇനി റീമാസ് ഹസ്ബൻഡ് രാജൻ, അതും സെയിം ജനറേഷൻ തന്നെയാണ്. അവിടെയും നമ്മൾ വീണ്ടും ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അവിടെ രാജൻ എന്ന് എഴുതുന്നു. രാജൻ റീമയുടെ ആരായിട്ട് വരും? ഇവർ തമ്മിൽ ഹസ്ബൻഡ് വൈഫാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കണമെന്ന് പറഞ്ഞേ? ഹസ്ബൻഡ് വൈഫും ഒരു ഇൻഡും പിന്നെ അതിന്റെ ആരോ മാർക്കും കൂടി, രണ്ടും കൂടി വരും. ഹസ്ബൻഡ് വൈഫാണ്. അപ്പൊ റീമയ്ക്ക് രാജനോടുള്ള ബന്ധം അവർ ഹസ്ബൻഡ് വൈഫാണ്. ഇനി എന്താ? രഘുസ് മദർ ലക്ഷ്മി, ലക്ഷ്മീസ് ഹസ്ബൻഡ് രാജേഷ്. രഘുസ് മദർ ലക്ഷ്മി. രഘുസ് മാത്രമല്ല ഇവിടെ ലക്ഷ്മി അമ്മയായിട്ട് വരുന്നത്. രഘുവിന്റെ അമ്മയാണെങ്കിൽ ഒബിയസ്ലി നമുക്കറിയാം അത് ബാബുവിന്റെയും റീമയുടെയും അമ്മയാണ്, മൂന്ന് പേരുടെ അമ്മയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജനറേഷൻ മുകളിലേക്കാണ്, കാരണം അവരുടെ അമ്മയായതുകൊണ്ട് അവരുടെ പേര് നമ്മൾ മുകളിലേക്കാണ് കാണിച്ചിട്ട് എഴുതേണ്ടത്. അത് അമ്മയും ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു പ്ലസ് സൈൻ കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ആരുടെയൊക്കെയാണ്? രഘു, ബാബു, റീമ എന്നീ മൂന്ന് പേരുടെയും കൂടി മദറാണ് ഇവിടെ ലക്ഷ്മി എന്ന് പറയുന്നത്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, കാരണം ഒരാളുടെ പേരെ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും. രഘുവിന്റെ അമ്മയാണെങ്കിൽ അവരുടെ അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനാണ് ആര്? ബാബു. കൂടെ പിറന്ന മറ്റൊരു സഹോദരിയാണ് ആര്? റീമ. അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കും അമ്മയാണ് ലക്ഷ്മി എങ്കിൽ ലക്ഷ്മീസ് ഹസ്ബൻഡ് രാജേഷ്. സോ ഹൂ ഈസ് രാജേഷ്? അപ്പൊ ഇവരെ സംബന്ധിച്ച് രഘുവിനെയും ബാബുവിനെയും റീമയെയും സംബന്ധിച്ച് രാജേഷ് ആരായിരിക്കും? ലക്ഷ്മിയുടെ ഭർത്താവ്. ആരാത്? അച്ഛനാണ് അവരുടെ. വീണ്ടും നമ്മൾ ആരോ മാർക്ക് മുകളിലേക്ക് തന്നെ ഇടുന്നു. അവിടെ നമ്മൾ രാജേഷ് എന്ന് എഴുതുന്നു. ഓക്കെ, രാജേഷ് ആണ്. രാജേഷ് ഇവരുടെ ഫാദർ ആണ്, അതുകൊണ്ട് നമുക്ക് പ്ലസ് ഇടാം. മാത്രമല്ല ഇവർ തമ്മിലുള്ള ബന്ധം ഇൻഡു ഇട്ടിട്ട് ഈക്വൽ ജനറേഷന്റെ ഇത് കാണിക്കാം. അതായത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പൊ ഇവരുടെ അച്ഛനും അമ്മയും ആരാണ്? രഘുവിന്റെയും ബാബുവിന്റെയും റീമയുടെയും അച്ഛനും അമ്മയും രാജേഷും ലക്ഷ്മിയാണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് രാജേഷ് റിലേറ്റഡ് ടു രാജൻ? രാജേഷിന് രാജനുമായിട്ടുള്ള ബന്ധം എന്താണ്? രാജേഷിന് രാജനും. അപ്പൊ രാജേഷിന്റെ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. രാജനുമായിട്ടുള്ള ബന്ധം. രാജേഷ് ആരായിട്ട് വരും? രാജന്റെ നോക്കിയേ, തന്റെ മക്കളാണ് ഇവരെല്ലാവരും. ആരുടെ? രാജേഷിന്റെ മക്കളാണ് രഘുവും ബാബുവും റീമയും. റീമയുടെ ഹസ്ബൻഡ് ആണ് ആര്? രാജനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മകളാണിത്. രാജേഷിനെ സംബന്ധിച്ച് രാജേഷിന്റെ ഡോട്ടർ ആണ് ആരായിട്ട് വരിക? റീമ അല്ലെ? ഡോട്ടർ ആണ് റീമ. രാജേഷിന്റെ ഡോട്ടർ ആണ് റീമ. ഈ റീമയുടെ ഹസ്ബൻഡ് ആണ് ആരായിട്ട് വന്നിരിക്കുന്നത്? രാജൻ. അങ്ങനെയാണെങ്കിൽ മകളുടെ ഭർത്താവ് അല്ലെ? തന്റെ മകളുടെ ഭർത്താവാണ് ആര്? രാജൻ. അപ്പൊ രാജേഷ് ആരായിട്ട് വരും? രാജേഷ് എന്ന് പറയുന്നത് ഫാദർ ഇൻ ലോ ആണ്. ആരാണ്? ഫാദർ ഇൻ ലോ. മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കും? അമ്മായി അച്ഛൻ എന്ന് വിളിക്കും അല്ലെ? അമ്മായി അച്ഛൻ. അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ ഡയഗ്രം. ഇത് കൂടുതലും എല്ലാം ഡയറക്റ്റ്, അതായത് ഈക്വൽ ജനറേഷനിൽ വരുന്ന ആളുകളായതുകൊണ്ടാണ് എല്ലായിടത്തും സെയിം ആരോ മാർക്ക് വന്നിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് വന്നിട്ട് റീമേ രാജനും, മുകളിലും നമ്മളൊരു ഇതുപോലെ തന്നെ ഇൻഡുവും ആരോ മാർക്കും ഇട്ടിട്ടുണ്ട്. അതും അവിടെ ഹസ്ബൻഡ് വൈഫാണ്. രാജേഷും ലക്ഷ്മി അച്ഛനും അമ്മയാണ് ഇവരുടെ മൂന്ന് പേരുടെയും. അവരുടെ മക്കളിൽ ഒരാളായ റീമയുടെ ഹസ്ബൻഡ് ആണ് രാജൻ. ഇത് പെൺകുട്ടി ആയതുകൊണ്ട് അത് ആണാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം രാജേഷ് എന്ന് പറയുന്നത്
പറയുന്നത് രാജന്റെ അമ്മായിയച്ഛൻ. അത് അപ്പൊ രാജേഷിനെയാണ് നമ്മൾ നോക്കേണ്ടത്. രാജേഷിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രാജേഷ് എന്ന് പറയുന്നത് രാജന്റെ ആരായിട്ട് വരുന്നു? അമ്മായിയച്ഛൻ, ഫാദർ ഇൻ ലോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് തന്നിരുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് എന്താ പറയാ, ഇതുപോലെ ഡയഗ്രാം ഒക്കെ വരച്ച് ചെയ്യുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം സമയമില്ലാതെ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈസ് brother of D. A is brother of D. D is father of B. D is father of B. B and C are sisters. B and C are sisters. F is father of A. Then how is C related to F? Yes, ഇതാണ് ക്വസ്റ്റ്യൻ. A is brother of D. A B ഡിയും അവരപ്പോൾ സഹോദരരാണെന്ന് മനസ്സിലായല്ലോ. A is brother of D എന്ന് പറയുമ്പോൾ A ഡിയുടെ സഹോദരനാണ്. അപ്പൊ അവർ രണ്ടുപേരും, അത് സഹോദരന്മാര് ആണും പെണ്ണും ആവാം, രണ്ടും പെണ്ണും ആരെങ്കിലും ആവട്ടെ. ബ്രദർ എന്ന് ഒരാളുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് ബ്രദറാണ്. അപ്പൊ എ എന്ന് പറയുന്നത് പ്ലസ് സൈൻ കൊടുക്കണം, കാരണം ബ്രദർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിയുടെ. ഡി ഈസ് ഫാദർ ഓഫ് ബി. ഡി എന്ന് പറയുന്ന ആൾക്ക് വീണ്ടും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഫാദർ ആണ്. ആരുടെ? ബിയുടെ ഫാദർ ആണ്. ബിയും സിയും സിസ്റ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് സഹോദരിമാരാണ്. എഫ് ഈസ് ഫാദർ ഓഫ് എ. എഫ് എന്ന് പറയുന്നത് എയുടെ ഫാദർ ആണ്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന ആള് എഫുമായിട്ടുള്ള റിലേഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ആയിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു ഡയഗ്രാം നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സെന്റൻസ് എ ഈസ് ബ്രദർ ഓഫ് ഡി. എ എന്ന് പറയുന്നത് ബ്രദർ ഓഫ് ഡി ആണ്. അപ്പൊ ഡിയുടെ ബ്രദർ ആണ്. അപ്പൊ ഇവിടെ പ്ലസ് കൊടുക്കണം. ഡിയുടെ അവിടെ നമുക്ക് തൽക്കാലം ഒന്നും കൊടുക്കരുത്. ആദ്യത്തെ സെന്റൻസ് വായിച്ചു നോക്കിയാൽ എ ഈസ് ബ്രദർ ഓഫ് ഡി എന്ന് പറയുമ്പോൾ ബ്രദർ എ ബ്രദർ ആണ്, പക്ഷെ ഡി ആരാണെന്ന് നമുക്ക് പറഞ്ഞില്ല. പക്ഷെ ദേ ആർ ഇൻ ഈക്വൽ ജനറേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോ മാർക്ക് ഇടുന്നു. ഡി ഈസ് ഫാദർ ഓഫ് ബി. ഡി എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബി ആണ്. അപ്പൊ ബിയുടെ ഫാദർ ആണ്. അപ്പൊ ബി താഴെ വരണം. അപ്പോ മുകളിലേക്ക്, ബിയുടെ മുകളിലേക്കുള്ള ആരോ മാർക്ക് ഡിയെ സൂചിപ്പിക്കണം. ഫാദർ ആണെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്ലസ് ഇടാം. അപ്പൊ നമുക്ക് മനസ്സിലായി എയും ഡിയും രണ്ടും അതാണ് മെയിൽ ആളുകളാണ്, അല്ലെ, പുരുഷന്മാരാണ്. എ എന്ന് പറയുന്ന ബ്രദറാന്ന് പറഞ്ഞു ഡിയുടെ. പക്ഷെ അന്നേരം നമുക്ക് അത് പെണ്ണാണ് ആണോ എന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അടുത്ത സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട് ബി എന്ന് പറയുന്നതിന്റെ ഫാദർ ആണ് ഡി എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഡിയുടെ ജനറേഷൻ മനസ്സിലായി, അല്ലെങ്കിൽ ഡിയുടെ ജെൻഡർ മനസ്സിലായിട്ടുണ്ട്. അതും ഒരു മെയിൽ ആളാണ് അല്ലെങ്കിൽ ഫാദർ ആണെന്ന് പറഞ്ഞപ്പോൾ ഡിനെ നമുക്ക് പ്ലസ് കൊണ്ട് സൂചിപ്പിച്ചു. ബി ആൻഡ് സി ആർ സിസ്റ്റേഴ്സ്. ബിയും സിയും രണ്ടുപേരും ഒരേ എന്താ പറയാ ആളുകളുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ അവര് സിയും ബിയും സിസ്റ്റേഴ്സ് ആണെന്നും കൂടി പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ അവിടെ മൈനസ് ഇടാം, സിയുടെ അവിടെ മൈനസ് ഇടാം. സിസ്റ്റേഴ്സ് ആണ് അവർ രണ്ടുപേരും, ഫിമെയിൽ ജെൻഡേഴ്സ് ആണ് എന്ന് മനസ്സിലായി. എഫ് ഈസ് ഫാദർ ഓഫ് എ. എഫ് എന്ന് പറയുന്നത് എന്താണ്, എയുടെ ഫാദർ ആണ്. എയുടെ ഫാദർ ആയതുകൊണ്ട് എയുടെ മുകളിലേക്ക് നമുക്ക് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അവിടെ എന്ത് എഴുതണം, എഫ് ഇടണം. എന്നിട്ട് അതിന് പ്ലസ് കൊടുക്കണം, ബിക്കോസ് ഫാദർ ആയതുകൊണ്ട്, അല്ലെ, എയുടെ ഫാദർ ആണ്. അപ്പൊ എയുടെ മുകളിലേക്കുള്ള ജനറേഷൻ ആണ്. അപ്പൊ മുകളിലേക്കുള്ള ആരോ മാർക്കിൽ അവിടെ ഇട്ടിട്ട് എഫ് എഴുതിയിട്ട് എന്തിടണം, മൈനസ് അല്ല ഇടേണ്ടത്, ഫാദർ ആണെന്ന് പറഞ്ഞതുകൊണ്ട് പ്ലസ് ഇടുന്നു. ഇനി ഹൗ ഈസ്, അപ്പൊ അത്രയും പറഞ്ഞു, കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. സി റിലേറ്റഡ് ടു എഫ്. സി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എഫുമായിട്ട്. അപ്പൊ സി എങ്ങനെ റിലേറ്റ് ചെയ്യാൻ നോക്കിയേ. സി നോക്കാം, എയും ഡിയും, എയുടെ ഫാദർ ആണ് എഫ്. ഇനി അവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ എയും ഡിയും ബ്രദേഴ്സ് ആണ്, എയും ഡിയും. അപ്പൊ എയുടെയും അച്ഛനാണ് എഫ്, അതുപോലെ ഡിയുടെയും അച്ഛനാണ് എഫ്. ഇനി ഡിയുടെ മകളാണ് ആര്, ബി എന്ന് പറയുന്നത്, അല്ലെ, ഡിയുടെ മകളാണ് ഇവിടെ ബി എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, ഈ അച്ഛന്റെ, എഫ് എന്ന് പറയുന്ന അച്ഛന്റെ മക്കളിൽ ഒരാളായ ഡി, എഫ് എന്ന് പറയുന്ന അച്ഛന്റെ മക്കളിൽ ഒരാളായ ഡി, അതിന്റെ മകളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ എന്ന് പറയുമ്പോൾ ബിയും അതുപോലെ സിയും രണ്ടുപേരും മക്കളാണ്. അപ്പൊ ആരായിട്ട് വരും, എഫിനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്
പേരക്കുട്ടികളാണ്. കാരണം നോക്കിയാ ഇത് ഇവിടുത്തെ ജനറേഷനിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഒരു ജനറേഷൻ വന്നിട്ടുണ്ട് അല്ലെ. ഇതിന്റെ അച്ഛനാണ്, ബിയുടെ അച്ഛനാണ് ഡി, ഡിയുടെയും എയുടെയും കൂടി അച്ഛനാണ് എഫ്. അപ്പൊ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ആണ്. ആരുടെ? സിയുടെ. സിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ ആണ്. എന്നാൽ നമ്മളോട് ചോദിച്ചത് സി എങ്ങനെയാണ് എഫിനോട് റിലേറ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ സിയുടെ കാര്യമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. എഫ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ എന്ന് വരും അല്ലെ. എഫ് ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ ഇത് ഗ്രാൻഡ് ഡോട്ടർ ആണ് അല്ലെ, രണ്ടുപേരും തമ്മിലുള്ള ബന്ധം. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തെ അടിസ്ഥാനമാക്കിയാണ് എടുക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ പേര് ഏതാണോ പറഞ്ഞേക്കണം അതിനുമായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സി എന്ന് പറയുന്നത് ആരായിട്ട് വരുന്നു? ഗ്രാൻഡ് ഡോട്ടർ ആയിട്ട് വരുന്നു. അപ്പൊ നമുക്ക് സീനെ ആണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഈ പേരാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഓപ്ഷനിൽ നിന്ന് ഗ്രാൻഡ് ഫാദർ ഉണ്ടാകും, ഗ്രാൻഡ് ഡോട്ടർ ഉണ്ടാകും, ചിലപ്പോൾ ഡോട്ടർ ഉണ്ടാകും, സിസ്റ്റർ ഉണ്ടാകും, ഓണ്ടെന്നുണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആൻസർ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആ ഒരു ഫോർമാറ്റ് നോക്കിയിട്ടാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന ആ പേര് എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ റിലേഷൻ എടുക്കേണ്ടത്. അപ്പൊ സി ആരാണ് എഫിന്റെ എന്നാ ചോദിച്ചത്. സി ഇസ് ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് എഫ്. കണ്ടല്ലോ എങ്ങനെ മനസ്സിലായത്? എയും ഡിയും ബ്രദർ സിസ്റ്റർ ആണ്, സോറി ബ്രദേഴ്സ് ആണ്. ബ്രദേഴ്സിന്റെ അച്ഛനാണ് എഫ്. ആ എഫിന്റെ മകനായിട്ടുള്ള ഡി എന്ന് പറയുന്ന ആളുടെ മകളാണ് ബി. അപ്പൊ അവരിൽ രണ്ട് മക്കളാണ് അല്ലെ. ഡിയുടെ രണ്ട് പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഡോട്ടർ ആയിട്ട് വരും. പക്ഷെ എങ്ങനെയുള്ള ഡോട്ടർ? നേരിട്ട് ഡോട്ടർ അല്ല, മകന്റെ മക്കളാണ്, പെൺമക്കളാണ്. മകന്റെ രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ ആരായിട്ട് വരുന്നു? ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഇയാളെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കാൻ, ഇപ്പൊ നേരെ തിരിച്ചാണെങ്കിലോ ഹൗ ഈസ് എഫ് റിലേറ്റഡ് ടു സി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ ഗ്രാൻഡ് ഫാദർ. നമ്മൾ എന്ത് എഴുതണം? ആൻസർ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിൽ ആദ്യം തന്നിരിക്കുന്ന പേര് വെച്ചിട്ടുള്ള റിലേഷനാണ് നമ്മൾ ആൻസർ ആയിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ 3 ഡിഫറെന്റ് ടൈപ്സിലുള്ള ബ്ലഡ് റിലേഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഡയഗ്രാം വരച്ച് നമ്മൾ അതിന് യോജിച്ച സൈൻസ് ഒക്കെ കൊടുത്ത് സിമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ടും നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.